ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നേരസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ടല്ലേ, മുടി തോർത്താതിരുന്നാൽ പനി പിടിക്കുമെന്ന്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ ഇതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കുളിച്ചു കഴിഞ്ഞാൽ നനഞ്ഞ മുടിയുമായി പുറത്തു പോവുകയോ ഉറങ്ങുകയോ ചെയ്യരുതെന്നാണ് പറയാറുള്ളത് അല്ലേ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നേരിട്ട് ന്യൂമോണിയയ്ക്ക് കാരണമാകില്ല കേട്ടോ. പക്ഷേ ഇതിലൂടെ പ്രതിരോധ സംവിധാനം ദുർബലമാകാൻ വേണ്ടിയിട്ട് കാരണമാവേ. കൂടാതെ തന്നെ ജലദോഷം പോലുള്ള ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ ബാധിക്കാനുള്ള സാധ്യത വർദ്ധിക്കും. അതുപോലെ തന്നെ തണുത്ത കാലാവസ്ഥയിൽ നനഞ്ഞ മുടി ശരീര താപനില കുറയ്ക്കുകയും ഇത് അണുബാധയ്ക്കുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നനഞ്ഞ മുടി കൂടുതൽ ദുർബലമാണ് കേട്ടോ. അതിനാൽ നനഞ്ഞ മുടിയുമായി ഉറങ്ങുന്നത് മുടിയുടെ തീവ്രമായ പൊട്ടലിന് കാരണമാകും. അതുകൊണ്ട് മാക്സിമം മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ കിടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നനഞ്ഞ മുടിയോടെ ഉറങ്ങുന്നത് തലയിണയിൽ ഈർപ്പമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും ഇത് ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് ഇടയാക്കുകയും ചെയ്യും കേട്ടോ. കൂടാതെ തലയോട്ടിയിലെ ഈർപ്പം ഈസ്റ്റ് പോലെയുള്ള ഫംഗസുകളുടെ വളർച്ചയ്ക്കും അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമിതമായ താരനുണ്ടാകാൻ വേണ്ടിയിട്ട് കാരണമാകും. അതുപോലെ തന്നെ നനഞ്ഞ മുടിയുമായി കിടന്നാൽ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുകയും ഇത് അസ്വസ്ഥതയ്ക്ക് കാരണമാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഉറക്കം തടസ്സപ്പെടുത്തുകയും ചെയ്യും കേട്ടോ. എന്നാൽ നനഞ്ഞ മുടിയുമായി പുറത്തു പോയാൽ പനി വരുമെന്നതിന് വ്യക്തമായ പഠനമോ ഗവേഷണമോ ഇല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നനഞ്ഞ മുടി ചീകാൻ പാടില്ല. ചീകിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടിപ്പോകാനും സ്പ്ലിറ്റൻസ് വരാനും കാരണമാകും. അതുപോലെ തന്നെ നനഞ്ഞ മുടി, അതായത് നമ്മൾ മുടി തോർത്തുമ്പോൾ നമ്മുടെ മുടിയുടെ തുമ്പിൽ നമ്മുടെ തോർത്ത് ഉപയോഗിച്ച് അമിതമായി ഉരസാതിരിക്കുക. അത് നമ്മുടെ മുടി കൊഴിയുന്നതിനും പൊട്ടുന്നതിനും സ്പ്ലിറ്റൻസ് കൂടാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.